എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേരള PSC 2024 നടത്തിയ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 135/2024. അപ്പോൾ PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ PSC മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പഠിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. തൃപ്പടിദാനം നടന്ന വർഷം ഓപ്ഷൻ സി 1750 ജനുവരി 3. 1750 ജനുവരി 3 തൃപ്പടിദാനം നടന്നത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് താൻ പിടിച്ചടക്കിയ രാജ്യങ്ങളും തൻ്റെ കൈവശമുള്ള എല്ലാ അധികാരങ്ങളും സമ്പത്തും പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുകയും പിന്നീട് പത്മനാഭദാസൻ എന്ന പേരിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയായി രാജ്യം ഭരിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത ചടങ്ങാണ് തൃപ്പടിദാനം. ഏഴിമല രാജവംശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൂഷകവംശ മഹാകാവ്യം രചിച്ചത് ആരാണ്? ഏഴിമല രാജവംശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൂഷകവംശ മഹാകാവ്യം രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി അതുലൻ. ഏഴിമല രാജവംശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൂഷകവംശ മഹാകാവ്യം രചിച്ചത് അതുലനാണ്. വടക്കൻ കേരളത്തിലെ കോലത്തുനാട് മൂഷക രാജവംശത്തിൻ്റെ ഏഴിമല രാജവംശത്തിൻ്റെ ഉദ്ഭവത്തെയും വളർച്ചയെയും കുറിച്ചുള്ള ചരിത്രപരമായ വിവരങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഒരു പ്രാദേശിക രാജവംശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അറിയപ്പെടുന്ന ഏറ്റവും പഴയ ചരിത്രകാവ്യങ്ങളിൽ ഒന്നാണ് മൂഷക വംശമഹാകാവ്യം. രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിനുള്ള 3 തത്വങ്ങളായ സാൻ മിൻ ചുയ് നടപ്പിലാക്കിയ ഭരണാധികാരി. രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിനുള്ള 3 തത്വങ്ങളായ സാൻ മിൻ ചുയ് നടപ്പിലാക്കിയ ഭരണാധികാരി ഓപ്ഷൻ എ സൺ യാത് സെൻ. രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിനുള്ള 3 തത്വങ്ങളായ സാൻ മിൻ ചുയ് നടപ്പിലാക്കിയത് സൺ യാത് സെൻ ആയിരുന്നു. ആധുനിക ചൈനയുടെ പിതാവായി അറിയപ്പെടുന്ന സൺ യാത് സെൻ മുന്നോട്ട് വെച്ച വിപ്ലവകരമായ ആശയങ്ങളാണ് സാൻ മിൻ ചുയ്. ഇതിൻ്റെ അർത്ഥം വരുന്നത് സാൻ ദേശീയത അഥവാ നാഷണലിസം, വിദേശാധിപത്യം അവസാനിപ്പിക്കുക; മിൻ ജനാധിപത്യം, ജനകീയ ഭരണം സ്ഥാപിക്കുക, ഡെമോക്രസി; ചുയ് സോഷ്യലിസം, ഭൂമിയും വിഭവങ്ങളും ജനങ്ങൾക്ക് തുല്യമായി വിതരണം ചെയ്യുക എന്നിങ്ങനെയാണ്. താഴെ പറയുന്നവയിൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഏതെല്ലാം? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബോസ്റ്റൺ ടീ പാർട്ടി, ബാസ്റ്റൈൽ ജെല്ലിൻ്റെ പതനം, ഫിലാഡൽഫിയ കോൺഗ്രസ്. തന്നിരിക്കുന്നവയിൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1 and 3. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബാസ്റ്റൈൽ ജെല്ലിൻ്റെ പതനം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 ഫ്രാൻസിലെ 3ാം എസ്റ്റേറ്റ് പ്രതിനിധികൾ ഒരു ഭരണഘടന നിർമ്മിക്കാതെ പിരിഞ്ഞു പോകില്ലെന്ന് പ്രതിജ്ഞ ചെയ്ത സംഭവമാണ്. ഇത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സുപ്രധാന തുടക്കമായിരുന്നു. ബാസ്റ്റൈൽ ജയിലിൻ്റെ പതനം 1789 ജൂലൈ 14 ജനക്കൂട്ടം ബാസ്റ്റൈൽ കോട്ട ജയിൽ തകർത്തത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രതീകാത്മകമായ വിജയമായി കണക്കാക്കപ്പെടുന്നു. ബോസ്റ്റൺ ടീ പാർട്ടിയും ഫിലാഡൽഫിയ കോൺഗ്രസും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. താഴെ പറയുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ലണ്ടൻ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചു. കോൺഗ്രസിലെ തീവ്രവാദി നേതാവായിരുന്നു. 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇന്ത്യ എന്ന കൃതി രചിച്ചു. തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 3, 4 ശരിയാണ്. ലണ്ടൻ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചു. 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇന്ത്യ എന്ന കൃതി രചിച്ചു. ദാദാഭായ് നവറോജി കോൺഗ്രസിലെ മിതവാദി നേതാവായിരുന്നു. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി ചുമതലയേൽക്കാൻ പോകുന്നത് ആരാണ്? നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ ആരാണ്? ഓപ്ഷൻ എ മാർക്ക് റൂട്ടെ. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെയാണ്. 7ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ കിഴക്കൻ തീരസമതല പ്രദേശത്തിൻ്റെ സവിശേഷതകൾ ഏവ? കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. താരതമ്യേന വീതി കുറവ്, വീതി താരതമ്യേന കൂടുതൽ. തന്നിരിക്കുന്നതിൽ കിഴക്കൻ തീരസമതല പ്രദേശത്തിൻ്റെ സവിശേഷതകൾ ഏവ? ഓപ്ഷൻ സി 2ഉം 4ഉം. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, വീതി താരതമ്യേന കൂടുതൽ. താഴെ തന്നിരിക്കുന്നവയിൽ ശീതജലപ്രവാഹം ഏതാണ്? തന്നിരിക്കുന്നതിൽ ശീതജലപ്രവാഹം ഏതാണ്? ഓപ്ഷൻ ഡി
പെറു പ്രവാഹം. തന്നിരിക്കുന്നതിൽ പെറു പ്രവാഹമാണ് ശീതജല പ്രവാഹം. ഡോക്ടർ കാറ്റ് എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ്? ഡോക്ടർ കാറ്റ് എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ്? ഓപ്ഷൻ എ ഹർമാറ്റൻ. തന്നിരിക്കുന്നതിൽ ഹർമാറ്റൻ എന്ന കാറ്റാണ് ഡോക്ടർ കാറ്റ് എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം. ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരകളിൽ വീശുന്ന മഞ്ഞുരുക്കുന്ന കാറ്റാണ്. ലൂ ഉത്തരേന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന ഉഷ്ണക്കാറ്റാണ്. പൊൻ ആൽപ്സ് പർവ്വതനിരകളിൽ വീശുന്ന വരണ്ട കാറ്റാണ്. വസ്ത്രനിർമ്മാണ രംഗത്ത് യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്ന നാണ്യവിള ഏതാണ്? വസ്ത്രരംഗത്ത് യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്ന നാണ്യവിള ഓപ്ഷൻ സി പരുത്തി. തന്നിരിക്കുന്നതിൽ പരുത്തിയാണ് വസ്ത്രനിർമ്മാണ രംഗത്ത് യൂണിവേഴ്സൽ ഫൈബർ എന്ന പേരിൽ അറിയപ്പെടുന്ന നാണ്യവിള. ചന്ദ്രഗുപ്ത് റിഡ്ജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചന്ദ്രഗുപ്ത് റിഡ്ജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ചന്ദ്രഗുപ്ത റിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് ഏത്? വിപണി മിച്ചത്തിലെ വർധനവ്, കരുതൽ ശേഖരം, ഭക്ഷ്യധാന്യങ്ങളുടെ വില വർധനവ്, ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത. തന്നിരിക്കുന്നതിൽ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് ഏതാണ്? ഓപ്ഷൻ സി ഭക്ഷ്യധാന്യങ്ങളുടെ വില വർധനവ്. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളായ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയിലേക്ക് നയിക്കാതിരുന്ന ഘടകം തിരിച്ചറിയുക. വിദേശ നാണ്യക്കരുതൽ ശേഖരത്തിലെ കുറവ്, അവശ്യ വസ്തുക്കളുടെ വിലവർധനവ്, കാർഷികോൽപാദനത്തിലെ സ്തംഭനാവസ്ഥ, ഉയർന്ന ഫിസ്ക്കൽ കമ്മി. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളായ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയിലേക്ക് നയിക്കാതിരുന്ന ഘടകം ഓപ്ഷൻ സി കാർഷികോൽപാദനത്തിലെ സ്തംഭനാവസ്ഥ. കേന്ദ്ര സർക്കാർ 2023-24 ബജറ്റിൽ ഉൾപ്പെടുത്തിയ തീരപ്രദേശങ്ങളിലെ കണ്ടൽക്കാട് സംരക്ഷണ പദ്ധതിയുടെ പേര്? കേന്ദ്ര സർക്കാർ 2023-24 ബജറ്റിൽ ഉൾപ്പെടുത്തിയ തീരപ്രദേശങ്ങളിലെ കണ്ടൽക്കാട് സംരക്ഷണ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ എ മിഷ്തി, MISHTI, മാൻഗ്രോവ് ഇനീഷ്യേറ്റീവ് ഫോർ ഷോർലാൻഡ് ഹാബിറ്റാറ്റ്സ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകംസ്. മിഷ്തിയാണ് കേന്ദ്ര സർക്കാർ 2023-24 ബജറ്റിൽ ഉൾപ്പെടുത്തിയ തീരപ്രദേശങ്ങളിലെ കണ്ടൽക്കാട് സംരക്ഷണ പദ്ധതിയുടെ പേര്. പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏത്? GDPയുടെ വളർച്ചാ നിരക്കാണ് സാമ്പത്തിക വളർച്ച. സമ്പദ് വ്യവസ്ഥയുടെ നവീകരണം എന്നാൽ ഇറക്കുമതിയിലെ വർധനവാണ്. വീക്ഷണഗതിയിലുണ്ടാകുന്ന മാറ്റമാണ് സ്വാശ്രയത്വം. നീതിയുടെ അഭാവത്തിൽ സാമ്പത്തിക വളർച്ച നിരർത്ഥകമാണ്. പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? ഓപ്ഷൻ ഡി 1ഉം 4ഉം. GDPയുടെ വളർച്ചാ നിരക്കാണ് സാമ്പത്തിക വളർച്ച. നീതിയുടെ അഭാവത്തിൽ സാമ്പത്തിക വളർച്ച നിരർത്ഥകമാണ്. പണരഹിത സമ്പദ്ഘടനയ്ക്ക് കാരണമാകാത്ത ഘടകം ഏതാണ്? നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം DBT, ബാങ്കുകളുടെ ലയനം, നെറ്റ് ബാങ്കിംഗ്, ജൻധൻ അക്കൗണ്ടുകൾ. തന്നിരിക്കുന്നവയിൽ പണരഹിത സമ്പദ്ഘടനയ്ക്ക് കാരണമാകാത്ത ഘടകം ഏതാണ്? ഓപ്ഷൻ ബി ബാങ്കുകളുടെ ലയനം. സാമ്പത്തിക നയപരിഷ്കരണ കാലഘട്ടത്തിൽ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾക്ക് കാരണമാകാത്ത വസ്തുത ഏതാണ്? കാർഷിക മേഖലയിലെ പൊതുമൂലധന നിക്ഷേപത്തിൻ്റെ കുറവ്, കാർഷികോൽപ്പന്നങ്ങളുടെ ഇറക്കുമതി വർധനവ്, കാർഷിക നിവേശങ്ങളുടെ വിലവർധനവ്, GDPയുടെ ഉയർന്ന വളർച്ചാ നിരക്ക്. സാമ്പത്തിക നയപരിഷ്കരണ കാലഘട്ടത്തിൽ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾക്ക് കാരണമാകാത്ത വസ്തുത ഏതാണ്? ഓപ്ഷൻ ഡി GDPയുടെ ഉയർന്ന വളർച്ചാ നിരക്ക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ യോജിപ്പിച്ച ജോഡികൾ ഏതാണ്? ഘടനാപരമായ നീക്കുപോക്ക് പരിപാടി ദീർഘകാലം, ഇറക്കുമതി ചുങ്കം കുറയ്ക്കൽ, വ്യാപാര ഉദാരവൽക്കരണം, മൂല്യന്യൂനീകരണം, വ്യവസായ പരിഷ്കരണം, പൊതുച്ചെലവ്, പണനയം. തന്നിരിക്കുന്നതിൽ ശരിയായ യോജിപ്പിച്ച ജോഡികൾ ഏതാണ്? ഓപ്ഷൻ എ 1ഉം 2ഉമാണ് തന്നിരിക്കുന്നതിൽ ശരിയായി യോജിപ്പിച്ച ജോഡികൾ. ഘടനാപരമായ നീക്കുപോക്ക് പരിപാടി ദീർഘകാലം. സാമ്പത്തിക രംഗത്തെ ഘടനാപരമായ പരിഷ്കാരങ്ങൾ സാധാരണയായി
ദീർഘകാല ലക്ഷ്യത്തോടെയുള്ളതാണ്. ഇറക്കുമതി ചുങ്കം കുറയ്ക്കൽ, വ്യാപാര ഉദാരവൽക്കരണം. വിദേശ രാജ്യങ്ങളുമായുള്ള വ്യാപാരം എളുപ്പമാക്കുന്നതിനായി ഇറക്കുമതി തീരുവകൾ കുറയ്ക്കുന്നത് ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. ഈ 2 ജോഡികളാണ് ശരിയായ ജോഡികൾ. മറ്റ് ജോഡികൾ തെറ്റാനുള്ള കാരണം മൂല്യന്യൂനീകരണം സാധാരണയായി വിനിമയ നിരക്കുമായോ നികുതി പരിഷ്കാരങ്ങളുമായോ ബന്ധപ്പെട്ടതാണ്. വ്യവസായ പരിഷ്കരണമായല്ല. പൊതുചെലവ് എന്നത് ധനനയത്തിൻ്റെ ഭാഗമാണ്. പണനയം റിസർവ് ബാങ്ക് നിയന്ത്രിക്കുന്ന പലിശ നിരക്ക്, പണലഭ്യത എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? മഹാത്മാഗാന്ധി, മുഹമ്മദ് അലി ജിന്ന എന്നിവർ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളായിരുന്നു. HC മുഖർജി നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി 24 ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി എ ആണ് തെറ്റായ പ്രസ്താവന. മഹാത്മാഗാന്ധിയും മുഹമ്മദ് അലി ജിന്ന എന്നിവർ നിർമ്മാണ സമിതിയിൽ അംഗങ്ങൾ ആയിരുന്നില്ല. നമ്മുടെ മൗലികാവകാശങ്ങളിലെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന ആരുടേതാണ്? ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതും ആണ്. നമ്മുടെ മൗലികാവകാശങ്ങളിലെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന ആരുടേതാണ്? ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. നമ്മുടെ മൗലികാവകാശങ്ങളിലെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ്. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളേവ? ഭാഗം 20 ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 368 വകുപ്പ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരണഘടനാ ഭേദഗതിയുടെ ബില്ല് ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോക്സഭയിലാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ബേസിക് സ്ട്രക്ചറിൽ മാറ്റം വരുത്താൻ പാർലമെൻറ്റിന് അധികാരമില്ല. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി, എ, ബി, ഡി എന്നിവ. ഭാഗം 20 ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. 368 വകുപ്പ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ബേസിക് സ്ട്രക്ചറിൽ മാറ്റം വരുത്താൻ പാർലമെൻറ്റിന് അധികാരം ഇല്ല. ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിലോ രാജ്യസഭയിലോ ആദ്യം അവതരിപ്പിക്കാവുന്നതാണ്. ലോക്സഭയിൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ചേരുംപടി ചേർക്കുക. മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങളായി തരംതിരിക്കുക. മോണ്ടസ്ക്യൂ, ജോൺ ലോക്ക്, റൂസോ, മഹാത്മാഗാന്ധി. തന്നിരിക്കുന്ന പ്രസ്താവനകൾ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ 1B, 2C, 3D, 4A. മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ജോൺ ലോക്ക്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. റൂസോ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. മഹാത്മാഗാന്ധി. ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങളായി തരംതിരിക്കുക. മോണ്ടസ്ക്യൂ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേവ? കേരളത്തിലെ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് 2024 ഏപ്രിൽ 26 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടന്നത് 2024 ജൂൺ 4 കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത് വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധിയാണ്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടി വിജയിച്ചത് ആറ്റിങ്ങലിൽ നിന്നും അടൂർ പ്രകാശാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ഡി 1, 2, 3, 4. തന്നിരിക്കുന്ന 4 തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലാത്തവ ഏതൊക്കെ? ചരക്ക് സേവന നികുതി കൗൺസിൽ, നീതി ആയോഗ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദേശീയ പട്ടികജാതി കമ്മീഷൻ.
തന്നിരിക്കുന്നവയിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലാത്തവ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി 2ഉം 3ഉം. നീതി ആയോഗും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമാണ് തന്നിരിക്കുന്നവയിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലാത്തവ. ചരക്ക് സേവന നികുതി കൗൺസിൽ GST കൗൺസിൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 279A പ്രകാരമാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത്. ദേശീയ പട്ടികജാതി കമ്മീഷൻ NCSC ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 338 പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് വഴി രൂപീകരിച്ച ചിന്താസമിതിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1934 RBI ആക്ട് വഴി നിലവിൽ വന്ന ഒരു നിയമപരമായ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, നിയമപരമായ സ്ഥാപനമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദങ്ങളല്ല എന്ന് പറയാൻ കാരണം എന്ത്? ഈ തത്വങ്ങളെല്ലാം നടപ്പിലാക്കാത്തതുകൊണ്ട്, ഈ തത്വങ്ങൾ മൗലികാവകാശങ്ങളുമായി ബന്ധമില്ലാത്തതിനാൽ, ഈ തത്വങ്ങൾ കോടതിയിലൂടെ നേടിയെടുക്കാൻ പറ്റാത്തതിനാൽ. ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദങ്ങളല്ല എന്ന് പറയാൻ കാരണം ഓപ്ഷൻ സി, ഈ തത്വങ്ങൾ കോടതിയിലൂടെ നേടിയെടുക്കാൻ പറ്റാത്തതിനാൽ. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതി ഏതെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതി ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ ചങ്ങാതി. തന്നിരിക്കുന്നതിൽ ചങ്ങാതി എന്ന പദ്ധതിയാണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതി. കേരളത്തിൽ തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയാവുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. കേരളത്തിൽ തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഓപ്ഷൻ ബി ജസ്റ്റിസ് സിരി ജഗൻ. ജസ്റ്റിസ് സിരി ജഗനാണ് കേരളത്തിൽ തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയാവുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. 29ാമത്തെ ചോദ്യം ഡിലേറ്റഡ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം കണ്ടെത്തുക. 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം ഓപ്ഷൻ ബി തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്, തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും എന്നതായിരുന്നു 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം. നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം, പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നതായിരുന്നു 2025 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം. തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകം ആഘോഷിക്കൽ, വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ് എന്നതാണ് 2026 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം. ഗ്രാമപഞ്ചായത്തുകൾക്ക് നികുതികൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് നികുതികൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി അനുച്ഛേദം 243H. തന്നിരിക്കുന്നതിൽ അനുച്ഛേദം 243H ആണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് നികുതികൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേര് ഓപ്ഷൻ ഡി സ്നേഹസാന്ത്വനം. സ്നേഹസാന്ത്വനമാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി. അയ്യങ്കാളിയുടെ ജീവിത ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ഇതിൽ ശരിയായവ കണ്ടെത്തുക. 1893 വില്ലുവണ്ടി യാത്ര, 1905 നിലത്തെഴുത്ത് പള്ളിക്കൂടം സ്ഥാപിച്ചു, 1907 സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു, 1910 തിരുവിതാംകൂർ പ്രജാസഭയിൽ അംഗമായി. അയ്യങ്കാളിയുടെ ജീവിത ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ഇതിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ സി എ, സി എന്നിവ ശരി. 1893 വില്ലുവണ്ടി യാത്ര,
1907 സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. അയ്യങ്കാളി തൻ്റെ ആദ്യത്തെ കുടിപ്പള്ളിക്കൂടം അഥവാ നിലത്തെഴുത്ത് പള്ളിക്കൂടം വെങ്ങാനൂരിൽ സ്ഥാപിച്ചത് 1904 അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1911 ആയിരുന്നു. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിൻ്റെ ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്താനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിൻ്റെ ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്താനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്ന ഹോർമോൺ ഓപ്ഷൻ ബി അൽഡോസ്റ്റിറോൺ. അൽഡോസ്റ്റിറോൺ എന്ന ഹോർമോണാണ് വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിൻ്റെ ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്താനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്ന ഹോർമോൺ. വീങ്ങൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏത്? വീങ്ങൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഓപ്ഷൻ ബി ഈസിനോഫിൽ. ഈസിനോഫിലാണ് വീങ്ങൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു. രോഗകാരിയായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വയ്ക്കുന്ന കർമ്മ പദ്ധതിയായ KARSAP കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻറ്റ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ കേരളത്തിൽ തുടങ്ങിയത് എപ്പോൾ? രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വയ്ക്കുന്ന കർമ്മ പദ്ധതിയായ KARSAP കേരളത്തിൽ തുടങ്ങിയത് എപ്പോഴാണ്? ഓപ്ഷൻ എ 2018 ഒക്ടോബർ. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വയ്ക്കുന്ന കർമ്മ പദ്ധതിയായ KARSAP കേരളത്തിൽ തുടങ്ങിയത് 2018 ഒക്ടോബറിലായിരുന്നു. ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് ഓപ്ഷൻ ഡി ഡോക്ടർ വില്യം ജോഹാൻ കോഫ്. ഡോക്ടർ വില്യം ജോഹാൻ കോഫ് ആയിരുന്നു ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത്. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കാനും ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രവുമായ മസ്തിഷ്ക ഭാഗം ഏതാണ്? ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കാനും ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രവുമായ മസ്തിഷ്ക ഭാഗം ഓപ്ഷൻ സി സെറിബ്രം. സെറിബ്രമാണ് ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കാനും ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രവുമായ മസ്തിഷ്ക ഭാഗം. ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എപ്പോൾ? ലോക തണ്ണീർത്തട ദിനം ഓപ്ഷൻ ഡി ഫെബ്രുവരി 2. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതിയും വികസനവും സംബന്ധിച്ച ഐക്യരാഷ്ട്ര സമ്മേളനം എർത്ത് സമ്മിറ്റ് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന വർഷം ഏത്? ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതിയും വികസനവും സംബന്ധിച്ച ഐക്യരാഷ്ട്ര സമ്മേളനമായ എർത്ത് സമ്മിറ്റ് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ 1992. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതിയും വികസനവും സംബന്ധിച്ച ഐക്യരാഷ്ട്ര സമ്മേളനം എർത്ത് സമ്മിറ്റ് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്നത് 1992 താഴെ പറയുന്നവയിൽ ബാക്ടീരിയ രോഗകാരി അല്ലാത്തത് ഓപ്ഷൻ ഡി എബോള. എബോള ഒരു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ്. എലിപ്പനി ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ വഴി പടരുന്ന രോഗമാണ്. ഡിഫ്തീരിയ കോറിനെ ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. ഗൊണേറിയ നീസറിയ ഗൊണേറിയ എന്ന ബാക്ടീരിയ വഴി പകരുന്ന ലൈംഗിക രോഗമാണിത്. ഒരു വസ്തുവിനെ ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നും ധ്രുവ പ്രദേശത്തേക്ക് കൊണ്ടുപോയാൽ അതിൻ്റെ ഭാരത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു വസ്തുവിനെ ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നും ധ്രുവ പ്രദേശത്തേക്ക് കൊണ്ടുപോയാൽ അതിൻ്റെ ഭാരത്തിന് എന്ത് സംഭവിക്കുന്നു? ഓപ്ഷൻ എ കൂടുന്നു. ഒരു വസ്തുവിനെ ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നും ധ്രുവ പ്രദേശത്തേക്ക് കൊണ്ടുപോയാൽ അതിൻ്റെ ഭാരം കൂടുന്നു. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവിനെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? വൈദ്യുത പ്രവാഹത്തിൻ്റെ അളവ് കൂടുമ്പോൾ താപം കൂടുന്നു. വൈദ്യുത പ്രവാഹത്തിൻ്റെ അളവിനെ ആശ്രയിക്കുന്നില്ല. ചാലകത്തിൻ്റെ പ്രതിരോധത്തിനെ ആശ്രയിക്കുന്നു. ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തെ ആശ്രയിക്കുന്നു. ഒരു ചാലകത്തിലൂടെ
വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവിനെ സംബന്ധിച്ച് കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ ഡി 1, 3, 4 മാത്രം ശരി. വൈദ്യുത പ്രവാഹത്തിൻ്റെ അളവ് കൂടുമ്പോൾ താപം കൂടുന്നു. ചാലകത്തിൻ്റെ പ്രതിരോധത്തിനെ ആശ്രയിക്കുന്നു. ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തെ ആശ്രയിക്കുന്നു. ചികിത്സാരംഗത്ത് ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്പ് എന്ന ഉപകരണം പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസമാണ് ഉപയോഗപ്പെടുത്തുന്നത്? ചികിത്സാരംഗത്ത് ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്പ് എന്ന ഉപകരണം പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസമാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഓപ്ഷൻ ബി പൂർണ്ണാന്തര പ്രതിഫലനം. എൻഡോസ്കോപ്പ് എന്ന ഉപകരണം പ്രകാശത്തിൻ്റെ പൂർണ്ണാന്തര പ്രതിപതനം എന്ന പ്രതിഭാസത്തെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. എർത്ത് റൈസ് പകർത്തിയ 2024 അന്തരിച്ച അപ്പോളോ 8 ചാന്ദ്രദൗത്യ സംഘാംഗം. എർത്ത് റൈസ് പകർത്തിയ 2024 അന്തരിച്ച അപ്പോളോ 8 ചാന്ദ്രദൗത്യത്തിൻ്റെ സംഘാംഗം. ഓപ്ഷൻ എ വില്യം ആൻഡേഴ്സ്. 1968 അപ്പോളോ 8 ദൗത്യത്തിനിടെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നിന്ന് ഭൂമി ഉദിച്ചുയരുന്ന വിഖ്യാതമായ എർത്ത് റൈസ് എന്ന ചിത്രം പകർത്തിയത് വില്യം ആൻഡേഴ്സ് ആയിരുന്നു. എക്സ്റേ ഉദ്യമനത്തെയും തമോഗർത്തങ്ങളെയും കുറിച്ച് പഠിക്കാൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം. എക്സ്റേ ഉദ്യമനത്തെയും തമോഗർത്തങ്ങളെയും കുറിച്ച് പഠിക്കാൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം. ഓപ്ഷൻ ബി എക്സ്പോസാറ്റ്. എക്സ്പോസാറ്റ് ആണ് എക്സ്റേ ഉദ്യമനത്തെയും തമോഗർത്തങ്ങളെയും കുറിച്ച് പഠിക്കാൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം. താഴെ തന്നിരിക്കുന്ന സമവാക്യം ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? വി ടോട്ടൽ ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 പ്ലസ് എക്സ്ട്രാ പ്ലസ് Vn ഈസ് ഈക്വൽ ടു സിഗ്മ I ഈക്വൽസ് 1 to n Vi. തന്നിരിക്കുന്ന സമവാക്യം ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി അഗമറ്റ് നിയമം. മിന്നൽ ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയിലാണ്? മിന്നൽ ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയിലാണ്? ഓപ്ഷൻ സി പ്ലാസ്മ. മിന്നൽ ദ്രവ്യത്തിൻ്റെ പ്ലാസ്മ അവസ്ഥയിലാണ്. തുല്യ എണ്ണം ക്വാർക്കുകളും ആൻറ്റി ക്വാർക്കുകളും ചേർന്ന് നിർമ്മിതമായ ഹാഡ്രോണിക് സബ് അറ്റോമിക് കണിക ഏതാണ്? തുല്യ എണ്ണം ക്വാർക്കുകളും ആൻറ്റി ക്വാർക്കുകളും ചേർന്ന് നിർമ്മിതമായ ഹാഡ്രോണിക് സബ് അറ്റോമിക് കണിക ഏതാണ്? ഓപ്ഷൻ ബി മെസോൺ. തുല്യ എണ്ണം ക്വാർക്കുകളും ആൻറ്റി ക്വാർക്കുകളും ചേർന്ന് നിർമ്മിതമായ ഹാഡ്രോണിക് സബ് അറ്റോമിക് കണികയാണ് മെസോൺ. ഏത് കണങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനാണ് 2023 രസതന്ത്ര ശാഖയിൽ നൊബേൽ പ്രൈസ് ലഭിച്ചത്? ഏത് കണങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനാണ് 2023 രസതന്ത്ര ശാഖയിൽ നൊബേൽ പ്രൈസ് ലഭിച്ചത്? ഓപ്ഷൻ ബി ക്വാണ്ടം ഡോട്ടുകൾ. ക്വാണ്ടം ഡോട്ടുകളെക്കുറിച്ചുള്ള പഠനത്തിനാണ് 2023 രസതന്ത്ര ശാഖയിൽ നൊബേൽ പ്രൈസ് ലഭിച്ചത്. ഈ പഠനത്തിന് മൗഗി ജി ബാവൻഡി, ലൂയിസ് സി ബ്രസ്, അലക്സി എ യെക്കിമോ എന്നിവർക്കാണ് 2023 രസതന്ത്ര ശാഖയിലെ നൊബേൽ പ്രൈസ് ലഭിച്ചത്. പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്കും പ്രവചനത്തിനും ഡേവിഡ് ബേക്കർ, ഡെമിസ് അസാബിസ്, ജോൺ ജംബർ എന്നിവർക്കാണ് 2024 രസതന്ത്ര നൊബേൽ പ്രൈസ് ലഭിച്ചത്. 2025 മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്സ് MOFSൽ സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ M യാഗി എന്നിവർക്കാണ് 2025 രസതന്ത്ര നൊബേൽ പ്രൈസ് ലഭിച്ചത്. IUPAC സ്ഥാപിതമായ വർഷം? IUPAC സ്ഥാപിതമായ വർഷം ഓപ്ഷൻ എ 1919. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി IUPAC സ്ഥാപിതമായത് 1919 മലയാളത്തിലെ പ്രധാന സാഹിത്യകാരന്മാരുടെ പേരുകളും അവരെഴുതിയ ആത്മകഥകളുടെ പേരുകളും ചുവടെ ചേർക്കുന്നു. ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. പട്ടിക 1 സാഹിത്യകാരന്മാരുടെ പേര്: ചെറുകാട് ഡോക്ടർ PKR വാര്യർ, സി കേശവൻ, UA ഖാദർ. പട്ടിക 2 ആത്മകഥകളുടെ പേര്: ജീവിതസമരം, ജീവിതപാത, കളിമുറ്റം, ഒരു സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ. മലയാളത്തിലെ പ്രധാന സാഹിത്യകാരന്മാരുടെ പേരുകളും അവരെഴുതിയ ആത്മകഥകളുടെ പേരുകളും തന്നിരിക്കുന്നു. ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഓപ്ഷൻ സി A2, B4, C1, D3. ചെറുകാട്, ജീവിതപാത, ഡോക്ടർ PKR വാര്യർ,
ഒരു സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ, സി കേശവൻ, ജീവിത സമരം, UA ഖാദർ, കളിമുറ്റം. കൂട്ടത്തിൽ പെടാത്തത് ആര്? സി രാധാകൃഷ്ണൻ, എസ് ഹരീഷ്, സുഭാഷ് ചന്ദ്രൻ, പി കുഞ്ഞിരാമൻ നായർ. തന്നിരിക്കുന്നവരിൽ കൂട്ടത്തിൽ പെടാത്തത് ആരാണ്? ഓപ്ഷൻ ഡി, പി കുഞ്ഞിരാമൻ നായരാണ് കൂട്ടത്തിൽ പെടാത്തത്. സി രാധാകൃഷ്ണൻ, എസ് ഹരീഷ്, സുഭാഷ് ചന്ദ്രൻ എന്നിവർ നോവലിസ്റ്റുകളാണ്. പി കുഞ്ഞിരാമൻ നായർ മലയാളത്തിലെ പ്രശസ്തനായ കവിയാണ്. എൻ മഗാജെ ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു? എൻ മഗാജെ ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്ഷൻ ബി, നോവൽ. എൻ മഗാജെ നോവലാണ്. ഇത്തറവാടിത്ത ഘോഷണത്തെപ്പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നു മൊഴിയിൽ. ആരുടെ വരികളാണിത്? ഇത്തറവാടിത്ത ഘോഷണത്തെപ്പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നു മൊഴിയിൽ. ആരുടെ വരികളാണിത്? ഓപ്ഷൻ എ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ. നാടക വിഭാഗത്തിൽപ്പെടുന്ന കൃതികൾ ഏതെല്ലാം? മുദ്രിത, ജ്വലനം, രാജസൂയം, സമുദ്രശില. തന്നിരിക്കുന്നതിൽ നാടക വിഭാഗത്തിൽപ്പെടുന്ന കൃതികൾ ഏതെല്ലാം? ഓപ്ഷൻ സി, 2ഉം 3ഉം, ജ്വലനം, രാജസൂയം എന്നിവയാണ് നാടക വിഭാഗത്തിൽപ്പെടുന്ന കൃതികൾ. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയുടെ സംവിധായക ആര്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയുടെ സംവിധായക ഓപ്ഷൻ ഡി, പായൽ കപാഡിയ. പായൽ കപാഡിയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയുടെ സംവിധായക. ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോളർ. ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോളറാണ് ഓപ്ഷൻ സി, സുനിൽ ഛേത്രി. സുനിൽ ഛേത്രിയാണ് ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോളർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിൽ നിന്ന് ലോഡ് ചെയ്യുന്ന ആദ്യത്തെ പ്രോഗ്രാമാണ്. സിസ്റ്റം ഷട്ട് ഡൗൺ ആകുന്നത് വരെ മെമ്മറിയിൽ വസിക്കുന്നു. ഒരു നിർദ്ദിഷ്ട ജോലി നിർവഹിക്കാൻ രൂപകൽപ്പന ചെയ്ത കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി, 1ഉം 2ഉം മാത്രം. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിൽ നിന്ന് ലോഡ് ചെയ്യുന്ന ആദ്യത്തെ പ്രോഗ്രാമാണ്. സിസ്റ്റം ഷട്ട് ഡൗൺ ആകുന്നത് വരെ മെമ്മറിയിൽ വസിക്കുന്നു. കാർബൺ പകർപ്പുകൾ നിർമ്മിക്കുവാൻ കഴിയുന്ന പ്രിൻ്റർ ഏത്? കാർബൺ പകർപ്പുകൾ നിർമ്മിക്കാൻ കഴിയുന്ന പ്രിൻ്റർ ഓപ്ഷൻ എ, ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ. ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററാണ് കാർബൺ പകർപ്പുകൾ നിർമ്മിക്കുവാൻ കഴിയുന്ന പ്രിൻ്റർ. വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങളിൽ പെടാത്തതേത്? സ്വകാര്യ വിവരങ്ങളുടെ മോഷണം, ശല്യപ്പെടുത്തൽ, ആൾമാറാട്ടവും വഞ്ചനയും, ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ്. തന്നിരിക്കുന്നവയിൽ വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ്. ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് അടുത്തിടെ ഇന്ത്യ ഗവൺമെൻറ് മുന്നറിയിപ്പ് നൽകിയ ഡാം എന്നത് എന്താണ്? ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് അടുത്തിടെ ഇന്ത്യ ഗവൺമെൻറ് മുന്നറിയിപ്പ് നൽകിയ ഡാം എന്നത് എന്താണ്? ഓപ്ഷൻ എ, ഒരു മാൽവെയർ. ഏത് കമ്പനിയാണ് വാട്സൺ എക്സ് എ ഐ ആരംഭിച്ചത്? ഏത് കമ്പനിയാണ് വാട്സൺ എക്സ് എ ഐ ആരംഭിച്ചത്? ഓപ്ഷൻ സി, IBM. വിവരാവകാശ നിയമം 2005 പ്രകാരം ഏത് സാഹചര്യത്തിലാണ് വിവരങ്ങൾ നൽകാനുള്ള സമയപരിധി 48 മണിക്കൂറായി കുറയ്ക്കാൻ കഴിയുക? വിവരാവകാശ നിയമം 2005 പ്രകാരം ഏത് സാഹചര്യത്തിലാണ് വിവരങ്ങൾ നൽകാനുള്ള സമയപരിധി 48 മണിക്കൂറായി കുറയ്ക്കാൻ കഴിയുക? ഓപ്ഷൻ ബി, വിവരങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചത് ആണെങ്കിൽ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഇനി പറയുന്നവയിൽ ഏതിനെ മാറ്റി സ്ഥാപിച്ചു? ഉപഭോക്തൃ സംരക്ഷണ നിയമം 1976, ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986, ഉപഭോക്തൃ സംരക്ഷണ നിയമം 1996, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2006, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഇനി പറയുന്നവയിൽ ഏതിനെയാണ് മാറ്റി സ്ഥാപിച്ചത്? ഓപ്ഷൻ ബി, ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986. പൗരാവകാശ സംരക്ഷണ നിയമം 1955 ഏത് തരത്തിലുള്ള വിവേചനത്തെയാണ് പ്രത്യേകമായി ലക്ഷ്യമിടുന്നത്? പൗരാവകാശ സംരക്ഷണ നിയമം 1955 ഏത് തരത്തിലുള്ള വിവേചനത്തെയാണ് പ്രത്യേകമായി ലക്ഷ്യമിടുന്നത്? ഓപ്ഷൻ സി, തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം.
ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ സ്ഥാപിതമായത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ സ്ഥാപിതമായത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 338. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 338 പ്രകാരമാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ സ്ഥാപിതമായത്. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിരിക്കുന്നത്? വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ സെക്ഷൻ 12ഉം 15ഉം. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 12ഉം 15ഉം പ്രകാരമാണ് കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിരിക്കുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഗ്രേഡിംഗും മാർക്കിങ്ങും നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര നിയമനിർമ്മാണം ഏതാണ്? കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഗ്രേഡിംഗും മാർക്കിങ്ങും നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര നിയമനിർമ്മാണം ഏതാണ്? ഓപ്ഷൻ ഡി അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ് ആക്ട് 1937. 1937 അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ആക്ടാണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഗ്രേഡിംഗും മാർക്കിങ്ങും നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര നിയമനിർമ്മാണം. 2024 ബാലവേലയ്ക്കെതിരെ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നതിന് ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്ത്യയുമായി സഹകരിച്ചത്? 2024 ബാലവേലയ്ക്കെതിരെ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നതിന് ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്ത്യയുമായി സഹകരിച്ചത്? ഓപ്ഷൻ ബി ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. 2024 ബാലവേലയ്ക്കെതിരെ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നതിന് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്ത്യയുമായി സഹകരിച്ചത്. മാത്സ് ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. അടുത്ത ചോദ്യം, സംതിങ് ബിറ്റർ ആൻഡ് ഡാഷ് ടേസ്റ്റിംഗ് വാസ് കമ്മിങ് അപ്പ് ഇൻ മൈ മൗത്ത്. സംതിങ് ബിറ്റർ ആൻഡ് ഡാഷ് ടേസ്റ്റിംഗ് വാസ് കമ്മിങ് അപ്പ് in my mouth. Option A vile. Something bitter and vile tasting was coming up in my mouth. Extremely thin and bony is. Extremely thin and bony is. Option B gaunt. He reads the news. Change the sentence into passive voice. He reads the news. Option B the news is read by him. Where dash we going to find a tiger? Where dash we going to find a tiger? Option B where. Where were we going to find a tiger? Which of the sentence is wrong? Both Arya and Amrita like swimming. Neither Arya nor Amrita likes cycling. I would rather to have a cup of coffee. I would prefer to have a cup of coffee. Which of the sentence is wrong? Option C. I would rather to have a cup of coffee is the incorrect sentence. The correct sentence would be I would rather have a cup of coffee. I would rather have a cup of coffee. Get lost. Beat it. Identify the type of sentence. Option D. Imperative sentence. Synonym for immobilize is. Synonym for immobilize is. Option B. Paralyze. Which of the following is correct? If I did not fall, I dash. If I did not fall, I dash. Option C. 3 only. Would win. If I did not fall, I would win. Fill in the blank using the correct phrasal verb. I dash a condition. I dash a condition. Option D. Put forward. I put forward a condition. Choose the correct idiomatic phrase. Dash the entire procedure was painful. Dash the entire procedure was painful. Option B. In a nutshell. In a nutshell, the entire procedure was painful. അടുത്തതായി മലയാളം ചോദ്യങ്ങൾ. ശരിയായ പദം കണ്ടെത്തുക. ശരിയായ പദം ഓപ്ഷൻ എ മിഥ്യാധാരണ. വസ്ത്രത്തിൻ്റെ 4 മൂലകളിൽ ഒന്ന് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന വാക്യേത്? വസ്ത്രത്തിൻ്റെ 4 മൂലകളിൽ ഒന്ന്. ഓപ്ഷൻ സി കോന്തല.
പദം പിരിച്ചെഴുതുക. പൊൽക്കരൾക്കൂട്. പൊൽക്കരൾക്കൂട് പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ ബി പൊൻ പ്ലസ് കരൽ പ്ലസ് കൂട്. പ്രഭാവം എന്ന വാക്കിൻ്റെ പര്യായങ്ങൾ. പ്രഭാവം എന്ന വാക്കിൻ്റെ പര്യായങ്ങൾ ഓപ്ഷൻ സി ശക്തി, മഹത്വം, മഹിമ. 95ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം ധനാശി പാടുക എന്നാൽ. ധനാശി പാടുക എന്നാൽ ഓപ്ഷൻ ബി അവസാനിക്കുക. ദിഗ് പ്ലസ് വിജയം ചേർത്തെഴുതിയാൽ ദിഗ് പ്ലസ് വിജയം ഓപ്ഷൻ ബി ദിഗ്വിജയം. സ്ത്രീലിംഗ പദം എഴുതുക. വീട്ടുകാരൻ. വീട്ടുകാരൻ സ്ത്രീലിംഗ പദം ഓപ്ഷൻ ഡി വീട്ടുകാരി. ശരിയായത് തിരഞ്ഞെടുക്കുക. കാറ്റും മഴയും വരുമ്പോഴൊക്കെ അമ്മ പൂമുഖത്ത് ചെന്നിരിക്കും. അമ്മ കാറ്റും മഴയും വരുമ്പോഴൊക്കെ പൂമുഖത്ത് ചെന്നിരിക്കും. അമ്മ പൂമുഖത്ത് കാറ്റും മഴയും വരുമ്പോഴൊക്കെ ചെന്നിരിക്കും. പൂമുഖത്ത് കാറ്റും മഴയും വരുമ്പോഴൊക്കെ അമ്മ ചെന്നിരിക്കും. ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ കാറ്റും മഴയും വരുമ്പോഴൊക്കെ അമ്മ പൂമുഖത്ത് ചെന്നിരിക്കും. ചുവടെ ചേർത്തിരിക്കുന്ന വാചകത്തിൻ്റെ ശരിയായ മലയാള തർജ്ജമ തിരഞ്ഞെടുക്കുക. Poetry is the spontaneous overflow of powerful feelings. It takes its origin from emotions recollected in tranquility. തന്നിരിക്കുന്ന വാചകത്തിൻ്റെ ശരിയായ മലയാള തർജ്ജമ ഓപ്ഷൻ സി. പ്രശാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന നൈസർഗിക വികാരങ്ങളുടെ അനർഗള പ്രവാഹമാണ് കവിത. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.